സമയങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ നമുക്ക് ശാന്തമായി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയർത്തുവാൻ വേണ്ടി ശാന്തമായി ഇരിക്കാം. നമുക്കറിയാം, ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തിയതിന് ശേഷം നമ്മുടെ ത്രിത്വൈക ദൈവത്തെ നമ്മൾ ആരാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം ശാലോമിന് നൽകിയ, ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനമാണ് ഈ നൈറ്റ് വിജിൽ എന്ന് പറയുന്നത്. ഇതിനോടകം നീണ്ട വർഷങ്ങളായി ശാലോമിൻ്റെ തുടക്കം മുതൽ ഇന്നോളം ഒരുപാട് ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിച്ചു. കുടുംബങ്ങളിലേക്ക് തൻ്റെ കാരുണ്യവും കൃപയും വരുത്തി. ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകി അവരെ സൗഖ്യപ്പെടുത്തി. ഗലീലയിലൂടെ സഞ്ചരിച്ച അതേ ദൈവം നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് സ്വരുക്കൂട്ടാം. കർത്താവിന് നമുക്ക് നന്ദിയോടെ നമുക്ക് തിരുമുമ്പിലായിരിക്കാം. കർത്താവ് ഇതിനോടകം ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഇടപെട്ട ഒരുപാട് ദൈവാനുഭവങ്ങൾ ശാലോമിലേക്ക് അനവധി പേരെ എഴുതിയിട്ടുണ്ട്. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ഈശോ ഇന്നും ജീവിക്കുകയാണ്. ആ ഈശോയുടെ അടുത്താണ് നമ്മൾ നിൽക്കുക. ഏറ്റവും ആദരവോടെ നമ്മുടെ ജീവിതങ്ങളെ ഈ രാത്രിയിൽ കർത്താവ് തൊടുമെന്നുള്ള വിശ്വാസം നമുക്ക് ഉണർത്താം. പൗരുഷവും കരുത്തുമുള്ളവരായി മാറാം. പ്രത്യാശയോടെ നമുക്ക് കൃപാസനത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. നമുക്ക് നമ്മെ തന്നെ മറക്കാം. നമ്മുടെ എല്ലാ ഉറക്കവും ആത്മീയ മയക്കുമെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഈശോയുടെ പക്കലേക്ക് യാചനയോടെ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി രണ്ട് കരങ്ങളും യാചനയോടെ ഒന്ന് നീട്ടിപ്പിടിക്കുക. ഈശോയെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. ശാലോമിൻ്റെ നൈറ്റ് വിജിലൂടെ കഴിഞ്ഞ നാളുകളിൽ എത്രയോ ജീവിതങ്ങളെ സ്പർശിച്ചു. കർത്താവേ, ഈ രാത്രിയിൽ ഉറക്കളച്ചുകൊണ്ട് ഞാനും ഇതാ എൻ്റെ കുടുംബത്തോടൊപ്പം ഇതാ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അനേകരെ അങ്ങ് സ്പർശിച്ചതുപോലെ എന്നെ സ്പർശിക്കുവാൻ ഈ മണിക്കൂറിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, സമർപ്പിക്കുന്നു, പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ മുൻവിധികളെയും സമർപ്പിക്കാം. വിശ്വാസക്കുറവിനെ സമർപ്പിക്കാം. വെളിച്ചം നൽകണമേ കർത്താവേ. പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവം പല വ്യക്തികളുടെയും ജീവിതങ്ങളിൽ തൊട്ട ചില അനുഭവങ്ങളൊക്കെ വായിച്ച് കേട്ട് വിശ്വാസത്തെ ഉണർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി കണ്ണൂരിൽ നിന്നും ആശ എന്ന സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെ ലഭിച്ച അനുഗ്രഹം കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശാലോമിലേക്ക് എഴുതിയതാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ശാലോമിലേക്ക് അറിയിക്കേണ്ട സമയമാണ്. വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയൊക്കെ ലോകത്തെവിടെയാണെങ്കിലും ശാലോമിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതുക. കത്തുകളായും ഇമെയിലായും ഒക്കെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ആലയത്തിലിരിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. വിശ്വാസം ഉണരട്ടെ. നമുക്ക് ഈ കത്ത് വായിച്ച് കേട്ട് നന്ദി പറഞ്ഞ് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. കണ്ണൂരിൽ നിന്നും ആശ എന്ന സഹോദരി അറിയിക്കുന്ന സാക്ഷ്യം: എൻ്റെ സഹോദരൻ അഭിലാഷിന് ജോലി സ്ഥലത്ത് വെച്ച് മഞ്ഞപ്പിത്തം പിടിപെട്ടു. വളരെയധികം സീരിയസായി ആന്തരിക അവയവങ്ങളെ പോലും ബാധിച്ചു. കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോവുകയും കടുത്ത പനിയും കാരണം 3 മാസത്തോളം
കഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ മധ്യസ്ഥം ചോദിച്ച് വിളിച്ചു. ഞങ്ങളും ടി വിയിൽ പ്രാർത്ഥന കൂടി കണ്ണുനീരോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ശനിയാഴ്ച ഡോക്ടർ കൊടുത്ത മരുന്ന് ഫലിച്ചു. പനി വിട്ടുമാറി, പതിയെ സുഖപ്പെട്ടു. ഇപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ ജോലിയിൽ തിരിച്ചു കയറി. സ്നേഹമുള്ളവരെ ഓർത്തു നോക്കിക്കേ, 3 മാസത്തോളം അപകട അവസ്ഥയിലൂടെ മഞ്ഞപ്പിത്തത്തിൻ്റെ ആ കാഠിന്യ മുഖാന്തരം വളരെ കഷ്ടപ്പെട്ട് വിട്ടുമാറാത്ത ഈ രോഗപീഡയെ ഓർത്ത് മനസ്സ് നീറിയ ആ കുടുംബം മുഴുവനും ആശ്രയിച്ചത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈശോയിലാണ്. അതേ നൈറ്റ് വിജിലാണ് പ്രിയമുള്ളവരെ നമ്മളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തെ നമുക്ക് നന്ദി പറയാം. നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. നമ്മളെ പ്രതീക്ഷകളെല്ലാം വലിയ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ അഭിലാഷിൻ്റെ ജീവിതത്തിൽ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ഡേഞ്ചർ അവസ്ഥയിൽ നിന്നും മരണകരമായ അനുഭവത്തിൽ നിന്നും പുതുജീവിതത്തിലേക്ക് അഭിലാഷിനെ നയിച്ച ദൈവം ഈ രാത്രിയിൽ ലോകം മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന ശാലോം നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് ഇന്നും ജീവിക്കുന്നവനായ ദൈവം ഈ നൈറ്റ് വിജിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശു നമ്മെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിൻ തിരുനാമം. കരങ്ങളടിച്ച് പാടാം, കരങ്ങളടിച്ച് സന്തോഷത്തോടെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ആനന്ദത്തോടെ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ ഇതാ അവിടുന്ന് വീണ്ടും നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈശോ നമ്മളെ കാണാനും കേൾക്കാനുമായിട്ടാണ് കർത്താവ് ഇതാ കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവിനറിയാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം കർത്താവ് അറിയുന്നു. ഇപ്പോൾ അനേകം മക്കളാണ് ഇങ്ങോട്ട് ഈ ജാഗരണ പ്രാർത്ഥനയിലേക്ക് നിരവധി പ്രാർത്ഥന അപേക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് കത്തിലൂടെയും അതുപോലെ തന്നെ ഫോണിലൂടെയും എല്ലാം ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം മക്കൾ ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം പ്രാർത്ഥന അപേക്ഷകൾ ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന സമയം. അനവധി പ്രാർത്ഥനകൾ വന്നു കഴിഞ്ഞു. നമുക്ക് ഈ അപേക്ഷകളെയും പ്രാർത്ഥനകളെല്ലാം നമുക്കിപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യനും ശാസ്ത്രത്തിനും ലോകത്തിനും അസാധ്യമായത് നമ്മുടെ തമ്പുരാന് സാധ്യമാണ്. ആ തമ്പുരാനെ നമുക്കൊന്ന് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, അനേകം മക്കള് കത്തിലൂടെയും വാട്സാപ്പിലൂടെയും മെയിലിലൂടെയും എല്ലാം നമുക്ക് പ്രാർത്ഥന അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. അതിലേതാനും പ്രാർത്ഥനകൾ ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഒരമ്മ വളരെ വേദനയോട് ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എൻ്റെ മകൻ്റെ പേര് ജോസഫ് എന്നാണ്. 41 വയസ്സായി, ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല. MSc വരെ പഠിച്ചു, ഇതുവരെയും നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല. 2 പ്രാവശ്യം ജർമ്മനിലേക്ക് പോകാനായിട്ടുള്ള എക്സാം എഴുതി 2 പ്രാവശ്യവും പരാജയപ്പെട്ടു. വളരെയേറെ വേദനയോടുകൂടിയാണ് അമ്മ ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ആ മകന് വേണ്ടിയിട്ട് ആ അമ്മയുടെ പ്രാർത്ഥന നിയോഗം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം.
നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈശോ. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ തന്നെ സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. വിവാഹപ്രായത്തിന്റെ സമയം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത അനേകം മക്കള് ഇന്ന് നമ്മുടെ കുടുംബത്തും സമൂഹത്തുമുണ്ട്. അവരെ എല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയിട്ടും നല്ലൊരു ജോലി പോലും ലഭിക്കാതെ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. അവരെ കൂടി നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ നിയോഗത്തിന്റെ മേൽ കർത്താവെ ഇപ്പോൾ തന്നെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇരു കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ യാചിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ലല്ലോ കർത്താവേ. കർത്താവെ, ഇപ്പോൾ തന്നെ തൊടണമേ. കർത്താവെ, ഇപ്പോൾ തന്നെ അവിടുന്ന് ഇടപെടണമേ. കർത്താവെ, ഇപ്പോൾ തന്നെ അനേകം മക്കളെ തന്നെ ഇപ്പോൾ തന്നെ അവിടുന്ന് ഇടപെട്ട് വിവാഹ ജീവിതത്തിലേക്ക്, വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. നമുക്ക് ഏറ്റുപറയാം. രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. യേശു വന്നിട്ടുണ്ട് ആമേൻ. അവസ്ഥയെ മാറ്റാൻ. വിശ്വസിക്കാം. ഇന്നും ജീവിക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവം. യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് ഈ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ദൈവമേ, ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഏകമനസ്സോടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഈ ഹാളിലും ഇരുന്ന് ഞങ്ങൾ അങ്ങയിലേക്ക് ദൃഷ്ടി ഉയർത്തുന്ന കർത്താവേ, അങ്ങയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ഉയർത്തുന്ന ദൈവമേ. ഷാലോം നൈറ്റ് വിജിലിൻ്റെ നിയോഗങ്ങൾക്കൊപ്പം ദൈവമേ, ലോകത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ലോക സമാധാനത്തിന് വേണ്ടി ഷാലോം നൈറ്റ് വിജിലിൻ്റെ കൂട്ടായ്മയിൽ സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ നിൻ്റെ ചുറ്റും ഞങ്ങൾ ഇരുന്ന് നിർഭയമായി നിന്നെ ആരാധിക്കുമ്പോൾ ദൈവമേ, ഭയപ്പാടില്ലാതെ നിന്നെ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ലോക ജനതയിൽ ഒരു പറ്റം ജനത മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. കാലങ്ങളായി തുടരുന്ന യുദ്ധത്തിൻ്റെ മേൽ ദൈവമേ, നിന്റെ കാരുണ്യമേ ഈ രാത്രിയിൽ ചൊരിയണമേ കർത്താവേ. ദൈവമേ, അനാഥരായിപ്പോയ കുഞ്ഞുങ്ങളെ ഓർത്ത്, ദൈവമേ, നിരാലംബരായിപ്പോയ കുടുംബങ്ങളെ ഓർത്ത്, ദൈവമേ, ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ജനതകളെ ഓർത്ത് ദൈവമേ, നിന്റെ കാരുണ്യം ഈ രാത്രിയിൽ ലോക ജനതയുടെ മേൽ ചൊരിയണമേ ദൈവമേ. ദൈവമേ, യുദ്ധത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു കർത്താവേ. ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. സകല ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് ജ്ഞാനം നൽകണമേ കർത്താവേ. കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വന്ന തിന്മയുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ. യുദ്ധത്തിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ജീവനെയും ജീവിതങ്ങളെയും നീ ഓർക്കണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന കർത്താവേ. വേണ്ട വിധം പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. നിന്റെ കാരുണ്യം ലോക ജനതയുടെ മേൽ ചൊരിയണമേ. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ ലോക ജനതയിലേക്ക് അയക്കണമേ ദൈവമേ. തിന്മയുടെ ശക്തികളെ നിന്റെ കാൽക്കീഴിലാക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് വരട്ടെ. ഭരണാധികാരികൾ അങ്ങയുടെ ജ്ഞാനം പകരണം
പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ. ഈശോയേ, മധുരം നിന്നാമം പാവനം. ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയേ. നിന്നിൽ വാഴും നിന്റെ രാജ്യം ഈശോയേ, വന്നിടേണമേ. എല്ലാ രാജ്യങ്ങളും മധുരം നിന്റെ സമാധാനം നാമം പാവനം. നമുക്ക് അല്പസമയം ദിവ്യകാരുണ്യ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹമുള്ളവരെ, ഒരു കത്ത് വായിക്കട്ടെ. കൊച്ചിയിൽ നിന്നും മേഴ്സി എന്ന സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശാലോമിലേക്ക് എഴുതിയ കത്താണത്. ഞാൻ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ 43 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് മൂത്ത മകൻ ഡിഗ്രിയും മകൾ 10th ആദ്യ നാളുകളിൽ തന്നെ അബോർഷനായി പോകുമോ എന്ന് തോന്നുന്ന ബ്ലീഡിംഗ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതേ തുടർന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്തു. പ്ലാസൻ്റ താഴെയാവുകയും പിന്നീടുള്ള നാളുകൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ സമയത്ത് ശാലോം നൈറ്റ് വിജിലിൽ ബഹുമാനപ്പെട്ട റാപ്സൺ അച്ഛൻ വചന സന്ദേശം നൽകുന്ന സമയത്ത് പറഞ്ഞത് 43-ാം വയസ്സിൽ ഗർഭിണിയായ ഒരു മകളുടെ അനുഭവമായിരുന്നു. അവരോട് അച്ഛൻ പറഞ്ഞത്, ഇത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ നോക്കിക്കൊള്ളും. അതുപോലെ ഞാനും അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ നോക്കിക്കൊള്ളും. അതനുസരിച്ച് 2024 ഒക്ടോബർ 10 ഈശോ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ള കർത്താവേ, സ്തുതിക്കുന്നു. ഈ മേഴ്സിയുടെ ജീവിതത്തിലെ തൻ്റെ കുഞ്ഞ്, മൂന്നാമത്തെ കുഞ്ഞ് ബ്ലീഡിങ് മുഖാന്തരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ഈ നൈറ്റ് വിജിൽ പറഞ്ഞ വചനം വാക്ക് കേട്ട് ഇത് ഈശോയുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പൊന്നു തമ്പുരാനെ, ആ മകളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകിയ കുഞ്ഞിനെ ആരോഗ്യത്തോടെ പ്രസവിക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചു. ദൈവമേ, കർത്താവേ, ഈ രാത്രിയിൽ ഉദര ശിശുക്കളെ ഓർത്ത് ഈ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഉദര ശിശുക്കളുടെ കാര്യത്തെ ഓർത്ത് ഈ കുഞ്ഞ് മാസം തികഞ്ഞ് പ്രസവിക്കുമോ, ബ്ലീഡിംഗ് ആയി ഇത് നശിച്ചു പോകുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഈശോയെ, ഈ നൈറ്റ് വിധിയിൽ ഒരുപാട് അമ്മമാര്, കുടുംബത്തിലുള്ളവർ ശാലോമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പാപ്പൻ്റെ കരങ്ങള് ആ മക്കളുടെ മേൽ നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പൊന്നു കർത്താവേ, ആരെങ്കിലുമൊക്കെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്നുവെങ്കിൽ കർത്താവേ, നീ അവരെ സ്പർശിക്കണമേ. ഇത് ഈശോയുടെ കുഞ്ഞാണ്, ഇത് ഈശോയുടെ കുഞ്ഞാണ് എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് ആത്മാവിൽ പരിശുദ്ധാത്മ ബലം പ്രാപിക്കുവാൻ ഈ രാത്രി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ എന്ന് ഞങ്ങൾ ഒരുമയോടെ ശാലോം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ബ്ലീഡിങ്ങുമായി നാളുകളായി വിട്ടുമാറാത്ത ബ്ലീഡിങ്ങിന് അനുഭവപ്പെട്ട എല്ലാ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം മുഖാന്തരം പുറത്തു പോലും പറയാൻ പറ്റാതെ നാളുകളായി വേദന അനുഭവിക്കുന്ന ആ വ്യക്തികളെ സമർപ്പിക്കുന്നതോടൊപ്പം ഉദരത്ത ശിശുക്കളെയും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിന് ജന്മം നൽകുവാൻ കർത്താവേ, ഭയപ്പെട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് അവിടുന്ന് കടന്നു തരണമേ. ഈ രാത്രി അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ, അനവധി അമ്മമാരുടെ കണ്ണുനീര് നീ കാണണമേ. ഈ രാത്രിയിൽ ഉദര ശിശുക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയണമെന്നൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല.
ഈശോയെ നോക്കി പാടാമോ? യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാമോ? അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, എല്ലാ ഗർഭിണികളെയും അനുഗ്രഹിക്കണമേ. അങ്ങെപ്പോലെ ആരുമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരമ്മ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എൻ്റെ മകന് വിശ്വാസം ഒട്ടുമില്ല. അവന് വിശ്വാസം നിരീക്ഷണത്തിലും ശാസ്ത്രത്തിലുമാണ്. ആ വിശ്വാസത്തിനെല്ലാം മോചിപ്പിച്ച് യഥാർത്ഥ വിശ്വാസം കൊടുക്കുവാനും ഒരു നല്ല ദൈവ ശുശ്രൂഷനാക്കി മാറ്റുവാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു അമ്മ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന കർത്താവിൻ്റെ പ്രമാണത്തിൻ്റെ 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമല്ലേ മറ്റെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ കരുണയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റ് യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും ശാസ്ത്രത്തിനും പുറകെ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണല്ലോ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെയേറെ വേദനയോടുകൂടി പ്രാർത്ഥിക്കാം. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സമാനമായ ഈ ഒരു പ്രതിസന്ധികളിലൂടെ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തികളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും. അവരെ എല്ലാം നമുക്ക് ഓർക്കാം. ഒരാത്മാവ് പോലും, ഒരു മകനും ഒരു മകള് പോലും നഷ്ടപ്പെടാൻ നമ്മുടെ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം കർത്താവിന്റെ മക്കളാണ്. അവരെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും യഥാർത്ഥമായ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ദൈവത്തെ അറിയുവാനും ദൈവത്തെ അനുഭവിക്കാനുമുള്ള ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇരുകരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ കരുണ തോന്നണമേ, കരുണ തോന്നണമേ കർത്താവേ. അവർക്ക് യഥാർത്ഥമായ വിശ്വാസം നൽകി യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ. ഒരു മകനും മകളും നശിക്കാൻ ഇടവരരുതേ കർത്താവേ. അവിടുന്ന് ഇടപെടണമേ. ഇന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. കർത്താവേ, ഇടപെടണമേ. ഇപ്പോൾ തന്നെ ഇടപെടണമേ. അങ്ങാണ് യഥാർത്ഥമായ ഏക കർത്താവെന്ന് സകലരും ഏറ്റുപറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ കനിയണമേ, ആബാ പിതാവേ കനിയണമേ, പിതാവേ കനിയണമേ, കർത്താവേ, പിതാവേ വളരെ അലിവോടെ ആബാ പിതാവേ കനിയണമേ, ആബാ പിതാവേ കനിയണമേ, പിതാവേ കനിയണമേ, പിതാവേ കനിയണമേ. ആബാപിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യം ചൊരിയുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക, ആരാധിക്കുന്നു ദൈവമേ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് സ്വന്തം രക്തം കൊടുത്ത് നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ ഭൗതിക ശരീരമായ സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് സ്വന്തം രക്തം കൊടുത്ത് കുരിശിൽ വില കൊടുത്ത് അങ്ങ് നേടിയെടുത്ത സഭയിലൂടെ ഈ കാലമത്രയും ഞങ്ങൾക്ക് കിട്ടിയ നന്മകളെ ഓർക്കുന്നു ദൈവമേ. ആധ്യാത്മികവും ഭൗതികവുമായ എന്തോരം നന്മകളാണ് സഭയിലൂടെ അനുദിനവും ഞങ്ങൾക്ക് നൽകുന്നത് കർത്താവേ. ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവമേ, സഭ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അങ്ങ് കാണണമേ കർത്താവെ, ചേർത്ത് പിടിക്കണമേ കർത്താവെ. സഭാ സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. എല്ലാ സമർപ്പിതരെയും ഈ ബലിപീഠത്തോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ദൈവമേ. നിനക്ക് വേണ്ടി എരിയുന്ന ബലിയായിത്തീരുന്ന പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ കർദിനാൾമാരെ ഓർക്കുന്നു ദൈവമേ. മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതിഘോരമായ പീഡനത്തിലൂടെ കടന്നു പോകുന്ന സഭാ സമൂഹങ്ങളെ ഓർക്കണമേ. ആഗോള സഭയെയും ഭാരത സഭയെയും കേരള സഭയും ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉയർത്തുന്നു ദൈവമേ. സഭാഗാത്രത്തെ
അങ്ങ് തിരഞ്ഞെടുത്ത് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഈശോയെ, അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി ഭൂമുഖത്തെ ഒരുക്കുവാൻ സഭയെ വീണ്ടും ബലപ്പെടുത്തണമേ. തളർന്നു പോയവർക്ക് ശക്തി പകരണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഓരോ സഭാ സമൂഹങ്ങളെയും ഇപ്പോൾ അങ്ങ് കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ. എല്ലാ സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭയിലെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കരങ്ങൾ കോർത്ത് പിടിക്കുന്നു കർത്താവേ. നിന്റെ ഭൗതിക ശരീരമായ സഭയ്ക്ക് വേണ്ടി കോർക്കപ്പെട്ട് ഈ കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തി യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിൽ വന്ന ജീർണതകൾക്ക് മാപ്പ് ചോദിക്കുന്ന കർത്താവേ, സഭയോട് കരുണ കാണിക്കണമേ, സഭയോട് കരുണ കാണിക്കണമേ. സഭാഗാത്രത്തെ തിരഞ്ഞു പിടിക്കണമേ കർത്താവേ. നിന്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സഭാ സമൂഹങ്ങൾക്കും വേണ്ടി ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ബലത്തിൻ വലങ്കൈ നമുക്ക് ശാന്തമായി ഇരുന്നു കൊണ്ട് പാടാം. ഒരുമയോടെ ഒരു മനമോടെ ഞങ്ങൾ ഉയർത്തുന്നു നാഥ, ഉയർത്തുന്നു നാഥ. ദൈവമേ, ബലത്തിൻ വലങ്കൈ ഈശോ, ഒരുമയോടെ ഒരു മനമോടെ ഞങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നൈറ്റ് വിജിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു അനുഭവ സാക്ഷ്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മലപ്പുറത്തുനിന്നും ഒരു സഹോദരി, സോണി എന്ന സഹോദരി എഴുതിയിരിക്കുന്നതാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ UP സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കവേ ഒരു പ്രൊമോഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ നൈറ്റ് വിജിലിലൂടെ അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ PSC പരീക്ഷ എഴുതി പാസ്സാകുകയും എൻ്റെ നാട്ടിൽ തന്നെ ലെക്ചററായി ജോലി ലഭിക്കുകയും ചെയ്തു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കർത്താവേ, ഈ സോണിയുടെ ജീവിതത്തിൽ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, ഒരു പ്രൊമോഷന് വേണ്ടി ആഗ്രഹിച്ചു. PSC പരീക്ഷ എഴുതി ആ മകൾ ഉന്നതമായ ഒരു ജോലി ലഭിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എഴുതിയ ഈ സാക്ഷ്യത്തെ ഈ സമയങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ജോലി സംബന്ധമായി പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പ. അതുപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും ജോലി ലഭിക്കാത്തതിൻ്റെ നൊമ്പരവുമായി അനേകർ ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ നീ ഓർക്കണമേ കർത്താവെ. അതുപോലെ തന്നെ PSC പരീക്ഷ നാളുകളായി എഴുതി പരാജയപ്പെട്ട് മനസ്സ് നേറി നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ദൈവമേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈശോയെ, കർത്താവേ, നിന്റെ കരങ്ങളൊന്ന് നീട്ടണമേ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. കർത്താവിൻ്റെ പക്കലേക്ക് ഈ നാളുകളിൽ പരീക്ഷ എഴുതി ഒരു ഉന്നതമായ ജോലി ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കാതെ മനസ്സ് തകർന്നിരിക്കുന്ന ജീവിതങ്ങളുടെ മേലും, ഒരു പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി നഷ്ടപ്പെട്ട് നാളുകളായി വിദേശങ്ങളിൽ അലയുന്ന, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോലും തിരികെ വരാൻ വേണ്ടി ഒരുങ്ങി അവസാന ദിവസം കാത്തിരിക്കുന്ന, ടിക്കറ്റ് ഒരുക്കിയിരിക്കുന്നവർ പോലും ഉണ്ട്. കർത്താവേ, അവരുടെ നൊമ്പരങ്ങൾ നീ കേൾക്കണമേ. ദിവ്യകാരുണ്യനാഥ, അവരുടെ ജീവിതങ്ങളിൽ നീ ഈ രാത്രി അവിടെ ഇടപെടണമേ. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മക്കളെ നീ അനുഗ്രഹിക്കണമേ. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളെയും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിയോഗങ്ങളെ, ജോലി സംബന്ധിച്ചുള്ള എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ മക്കളെ ഉയർത്തി സ്തുതിക്കാമോ? നിന്റെ കരങ്ങൾ നീട്ടണമേ. ജോലിയിലെ തടസ്സങ്ങൾ മാറ്റണമേ. വിദേശത്ത് ജോലിയില്ലാതെ കഴിയുന്നവരെ കരുണയോടെ കാണണമേ. ജോലിക്ക് വേണ്ടി
വേണ്ടി, തടസ്സങ്ങൾ മാറാൻ വേണ്ടി ശാലോമിലേക്ക് ഈ മാസങ്ങളിൽ പ്രാർത്ഥന ചോദിച്ചു. അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു മെസ്സേജ് ഇപ്രകാരമാണ്. ഞങ്ങളുടെ മകൾ അലീന മേരി ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഇന്നത്തെ നൈറ്റ് വിജിലിൽ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് മെസ്സേജ് അയച്ചിരിക്കുക. നമുക്ക് ഈ നിമിഷം പ്രത്യേകമായിട്ട് ആ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സമാനമായ ഒത്തിരിയേറെ വാഹന അപകടങ്ങളിലൂടെ ഇന്ന് ഗുരുതരമായി പരിക്കേറ്റ് വിവിധ ആശുപത്രിയിൽ കഴിയുന്ന അനേകം മക്കളുണ്ട്. അവരെ നമുക്ക് ഓർക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, അവിടുന്ന് ആ മക്കളെ ഒന്ന് സ്പർശിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ICUയിലും MICUയിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിട്ട് കഴിയുന്ന അനേകം മക്കളുണ്ട്. ഹോസ്പിറ്റലിലെ നിരവധി രോഗങ്ങളാൽ കഴിയുന്ന അനേകം മക്കളുണ്ട്. അവരെല്ലാം ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, അവിടുന്നാണ് വൈദ്യൻ. അവിടുത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. കർത്താവെ, അവിടുത്തെ തിരുക്കരം ഇപ്പോൾ എല്ലാ രോഗികളുടെ മേൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലായിരിക്കുന്ന എല്ലാ രോഗികളുടെ മേലും കർത്താവെ അവിടുത്തെ കരം അയക്കണമേ. അവിടുത്തെ ഒന്ന് സ്പർശിക്കണമേ, അവരെ തൊടണമേ, അവർക്ക് സൗഖ്യം നൽകണമേ, അവർക്ക് ആരോഗ്യം നൽകണമേ. കർത്താവെ, അവരുടെ നിരാശ വിട്ടുമാറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും അങ്ങയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, നീ വന്നിടണേ, സൗഖ്യം നൽകണമേ. ഈശോ, നീ വന്നിടണേ, സൗഖ്യം നൽകിടണേ. സ്നേഹത്തിൻ തൈലം പൂശി അവരെ കഴുകണമേ. സ്നേഹത്തിൻ തൈലം പൂശി അവരെ കഴുകണമേ. അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദിവ്യവൈദ്യനായ യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ദൈവമേ, വീണ്ടും ഞങ്ങൾ അങ്ങളിലേക്ക് കരങ്ങളും ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഭൂമുഖം മുഴുവൻ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും പിതാവെ അങ്ങ് നിറവേറ്റി തരുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഒരു മനസ്സോടെ 10,000 ദൈവമേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അനേക സ്ഥലങ്ങളിൽ അത്യുഷ്ണം ജനജീവിതങ്ങളെ ബാധിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ അതിശൈത്യവും മഞ്ഞും ജനതകളെയും രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവേ, ഭൂമുഖത്തോടും മാനവരാശിയോടും ഒരിക്കൽ കൂടി അങ്ങ് കരുണ കാണിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കേരള നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, സൂര്യതാപമേറ്റ് മരിക്കുന്നവർ കർത്താവേ, മറ്റ് പലവിധ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദൈവമേ, വളർത്തു മൃഗങ്ങളെയും സസ്യലതാദികളെ അങ്ങ് ഓർക്കണമേ. ഫലവൃക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങ് നല്ല കാലാവസ്ഥ നൽകണമേ ദൈവമേ. ജലസ്രോതസ്സുകളെ ആശീർവദിക്കണമേ കർത്താവേ. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്ന് മഴ പെയ്ച്ച കർത്താവേ, സമൃദ്ധമായ മഴയും നല്ല കാലാവസ്ഥയും മഞ്ഞും
യഥായോഗ്യം ഭൂമിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ കർത്താവേ. ഞങ്ങൾ അങ്ങേക്കായി എതിരായി ചെയ്ത പാപങ്ങൾ ഓർക്കരുതേ കർത്താവേ. മാനവ കുലത്തെ ശിക്ഷിക്കരുതേ കർത്താവേ. കേരള നാടിനെ അനുഗ്രഹിക്കണമേ. സമൃദ്ധമായ മഴ നൽകണമേ. എല്ലാ രാജ്യത്തും നല്ല കാലാവസ്ഥ ഉണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിക്കുന്നു. യേശുവേ, ആരാധന ആരാധന ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ ജനതകളെ അനുഗ്രഹിക്കണമേ. ഓരോ രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഫലവൃക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. വളർത്തു മൃഗങ്ങളെ ഓർക്കണമേ കർത്താവേ. കുടിവെള്ളമില്ലാത്ത ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനേ, ക്രൂശിതൻ. ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്തൃസന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആദരവോടെ എഴുന്നേറ്റ് നിൽക്കാം. ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് വായിച്ച് കേൾക്കാം. പ്രിയ ഷാലോമിന് കൊച്ചു തെരേസ്യ കൊരട്ടിയിൽ നിന്നും അറിയിച്ച ഒരു സാക്ഷ്യമാണ്. പ്രിയ ഷാലോമിന് ദൈവത്തിന് മഹത്വം. 3 വർഷം മുമ്പ് എനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതേ തുടർന്ന് പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞ് യൂട്രസ് നീക്കം ചെയ്യാനുള്ള സർജറിയെ തുടർന്ന് ആക്സിഡൻറ്റിനെ തുടർന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ വീണ്ടും വരികയും പാനിക് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്തു. അന്ന് വല്ലാതെ ഭയം വരികയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തു. മെഡിസിൻ കൂടാതെ സൗഖ്യപ്പെട്ടാൽ ഷാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയങ്ങളിൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഈ ആരാധനയിൽ സംബന്ധിച്ച് ജീവിതത്തിലെ ചില രോഗപീഠകളെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെടുകയും ഈ രോഗം എൻ്റെ ജീവിതം നശിപ്പിക്കുമല്ലോ, എൻ്റെ കുടുംബം തകർത്ത് കളയുമല്ലോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് ഭയത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, ഈ ആലയത്തിൽ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളെ ഓർത്ത്, തൻ്റെ പ്രിയപ്പെട്ടവരുടെ മാരക രോഗത്തെ ഓർത്ത് പോലും ഉറക്കം നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. കർത്താവേ, നീ അവരെ കാണണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങ് പരസ്യ ജീവിതകാലത്ത് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ ആ രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിച്ചതുപോലെ ദൈവമേ, അങ്ങേക്ക് ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈശോയെ, പ്രത്യേകിച്ച് ശാരീരികമായ രോഗം മുഖാന്തരം തളർന്നു കിടക്കുന്നവര്, പ്രിയമുള്ളവരെ, ആക്സിഡന്റ് മുഖാന്തരം ജീവിതത്തിലെ ശയ്യയിൽ കടക്കുന്നവര്, ഇപ്പോൾ ആ രോഗിയുടെ അടുത്തേക്ക് ചെല്ലുക. സാധിക്കുമെങ്കിൽ ഒന്ന് മുട്ടുകുത്തുക. ഷാലോൺ ടെലിവിഷന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കിടപ്പ് രോഗികളായിരിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് വിശ്വാസത്തിന്റെ കരങ്ങളൊന്ന് നീട്ടാമോ? ഇതാ ഷാലോം കുടുംബം പ്രാർത്ഥിക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് അനേകരും പ്രാർത്ഥിക്കുകയാണ്. അതോ കർത്താവേ, ഇപ്പോൾ ദിവ്യകാരുണ്യനാഥ അങ്ങ് കടന്നു ചെന്ന് കർത്താവെ, നാളുകളായി ശയ്യയിൽ കിടക്കുന്ന, രോഗാവസ്ഥയിൽ കിടക്കുന്ന കർത്താവേ, രോഗികളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശ്വസിക്കുന്ന കർത്താവേ, ദിവ്യകാരുണ്യനാഥ
അമിതമായ ഭയത്തിലും അല്ലെങ്കിൽ അമിതമായ ഉറക്കമില്ലാതെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഭയപ്പെട്ട് കഴിയുന്നവരെ ഭയത്തെ എടുത്തു മാറ്റണമേ. സമാധാനമായി ഉറങ്ങുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ പിന്നിലുള്ള ദുഷ്ട അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കിടപ്പ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക. കിടപ്പ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സൗഖ്യശക്തി അനേകർ തിരിച്ചറിയട്ടെ കർത്താവേ. രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത അവസ്ഥകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രാർത്ഥനാലയത്തില് കർത്താവെ വളരെ പ്രാർത്ഥനാ നിയോഗങ്ങളും വ്യത്യസ്തമായ നിയോഗങ്ങളുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെ അവിടുന്ന് കരുണയോടെ കാണണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവശാലോൺ ടെലിവിഷന് മുമ്പിൽ ഒരുപക്ഷെ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ച നിയോഗങ്ങളൊന്നും അല്ലാത്ത വേറെ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ അവരെയും ഈ രാത്രിയിൽ ഓർക്കുന്നു. ഈശോയെ, വിവിധ നിയോഗങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന എൻ്റെ മക്കളെ അവിടുന്ന് സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തി എല്ലാ ജീവിതങ്ങളെയും സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ആവശ്യങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗത്തിലെ പിതാവ് നിറവേറ്റിത്തരും. ഈ വാഗ്ദാന വചനം രണ്ട് കരങ്ങളൊന്ന് ഉയർത്താം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ഉയർത്താം. ദിവ്യകാരുണ്യ ആരാധനയുടെ നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജനങ്ങളെ ഉയർത്തുന്നു ഈശോയെ. രോഗികളെ ഉയർത്തുന്നു ഈശോയെ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഉയർത്തുന്ന കർത്താവേ, ജോലി മേഖലയെ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഉയർത്തുന്ന ഈശോയെ. ദൈവമേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.